പെരുമ്പാവൂർ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വേദനയാകുന്ന പ്രദേശമാവുകയാണ്. കാരണം കേരളത്തിലെ ഭീകരവാദത്തിന് വേരോട്ടമുള്ള പ്രദേശമായി പെരുമ്പാവൂർ മാറുകയാണ് എന്നാണ് ഈ അടുത്ത കാലത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത്. അൽ ഖ്വയ്ദയുടെ സജീവ പ്രവർത്തകർ മുൻകാലങ്ങളിലും പെരുമ്പാവൂരിൽ നിന്ന് പിടികൂടപ്പെട്ടിട്ടുണ്ട്. നിരോധിത സംഘടനയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറായിരുന്ന തടിയൻതിവിടെ നസീർ ഉൾപ്പെടെയുള്ള ഭീകരരുടെ പ്രവർത്തന കേന്ദ്രമായിരുന്നു പെരുമ്പാവൂർ. കഴിഞ്ഞ 10 വർഷത്തിലധികമായി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നതായി നാട്ടുകാർ വെളിപ്പെടുത്തുന്നു. റോയൽ ബേക്കറി ഇവിടെ നിന്ന് 2 ഭീകരന്മാരെ വർഷങ്ങൾക്ക് മുൻപ് പിടികൂടിയിട്ടുണ്ട്. നമുക്കറിയാം കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ്. അവിടെ അതിന്റെ പ്രതികളെ പിടികൂടിയതും പെരുമ്പാവൂരിൽ നിന്ന് തന്നെയാണ്. കൊടും ഭീകരനായ തടിയൻതിവിടെ നസീറിനെ പിടികൂടിയത് പെരുമ്പാവൂരിലെ പാറപ്പുറത്ത് നിന്നാണ്. ഹവാല കള്ളപ്പണ ഇടപാടുകൾക്കൊപ്പം ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസുമായും പെരുമ്പാവൂരിലെ ക്രിമിനലുകൾക്ക് പങ്കുണ്ട്. രാജ്യവിരുദ്ധ ശക്തികൾ ആസൂത്രിതമായി പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്നത് ഒരുപാട് തവണ പോലീസിനും അതുമായി ബന്ധപ്പെട്ടവർക്കുമൊക്കെ പരാതികൾ നാട്ടുകാർ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. സംശയമുള്ളവരുടെ പേരുകൾ ഉൾപ്പെടെ വെളിപ്പെടുത്തിയിട്ടും പലപ്പോഴും പോലീസ് നിഷ്ക്രിയമായി തുടരുന്നു എന്ന പരാതിയും ഇവർക്കുണ്ട്. സേനയിൽ പച്ചവെളിച്ചം ഗ്രൂപ്പ് എന്ന പേരിൽ ഭീകരന്മാരുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർ അപ്പോൾ ഭീകരന്മാർക്ക് വിവരം ചോർത്തി കൊടുക്കുന്നതായും പരാതി നിലനിൽക്കുന്നുണ്ട്. നഗരത്തിലെ പല പ്രദേശങ്ങളിലും പോലീസിന് പോലും റെയ്ഡിന് പോകാൻ പറ്റില്ല. അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പല അവസരങ്ങളിലും രഹസ്യമായി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പെരുമ്പാവൂരിലെ ഏകദേശം 5-6 പ്രദേശങ്ങൾ നോ എൻട്രി സോണുകളാണ്. അതായത് അവിടെ ആർക്കും എളുപ്പത്തിൽ കടന്നു കയറാൻ കഴിയില്ലാത്രേ. വിവരം അപ്പോൾ തന്നെ ചോരും. പാറപ്പുറം, തണ്ടേക്കാട്, മുടിക്കൽ, പലക്കടുത്താഴം, കണ്ടമ്പറ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നത് കേന്ദ്ര ഏജൻസികൾ ഓൾറെഡി റിപ്പോർട്ട് നൽകി കഴിഞ്ഞതാണ്. സംസ്ഥാന പോലീസിന്റെ വിവരങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാമെങ്കിലും സംസ്ഥാന പോലീസ് മൗനം തുടരുകയാണ്. ഒരു നടപടിയും വേണ്ട രീതിയിൽ ഉണ്ടാകുന്നില്ല. പാറപ്പുറത്ത് ഇറാനിൽ നിന്ന് വരെ വിദേശികൾ വന്നു പോകുന്നു എന്ന വിവരം പരസ്യമാണ്. പലേക്കടുത്താഴത്തുള്ള ബംഗ്ലാദേശ് കോളനി അത് കുറേ കാലമായി ദുരൂഹമായി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഇടമാണ്. 3 നിലകളുള്ള കെട്ടിടമാണ്. അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്നതിന് തെളിവാണ് NIA-യുടെ അറസ്റ്റ്. ഇറാന്റെ സഹായം അവിടേക്ക് ഒഴുകുന്നതായുള്ള പരാതി കേന്ദ്രത്തിന് മുൻപിലുണ്ട്. ന്യൂനപക്ഷ പ്രീണനം മൂലം സർക്കാർ സംവിധാനങ്ങൾ എന്തുകൊണ്ട് അനങ്ങുന്നില്ല? പെരുമ്പാവൂരിലെ ലീഗ്, നഗരത്തിലെ പള്ളി കമ്മിറ്റി തുടങ്ങിയ മതകേന്ദ്രങ്ങൾ തന്നെയാണ് ഒരു പരിധിവരെ ഭീകരവാദികളെ എതിർത്ത് നിൽക്കുന്നത് എന്ന അഭിപ്രായവുമുണ്ട്. CPM എന്നാൽ ചെറുവിരൽ പോലും അനക്കാൻ മടിക്കുന്നതായി ആക്ഷേപവും. തീവ്രവിഭാഗക്കാര യുവാക്കൾ ഭരണ ആനുകൂല്യങ്ങൾക്കായി പാർട്ടിയിൽ കയറിപ്പറ്റിയെന്ന ആരോപണം ശക്തമാണ്. സംഘപരിവാർ സംഘടനകൾ വളരെ ശക്തമായ പ്രതിഷേധം കാലങ്ങളായി ഇവിടെ നടത്തുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ആകട്ടെ ദുർബലവുമാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. കേരളത്തിൽ നിന്നും പിടിയിലായ ഭീകരന്മാർക്ക് പ്രാദേശിക പിന്തുണ ഉണ്ട് എന്നതിന് സംശയമൊന്നും വേണ്ട. പെരുമ്പാവൂരിലെ പ്രാദേശിക സഹായക്കാർ ആരാണ്, എന്താണ് എന്നൊക്കെ കണ്ടെത്താൻ NIA വല വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ലോബികളും ഇവിടെയുണ്ട് എന്നുള്ളത് അറിയാം. ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഭീകരന്മാർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങളും ധാരാളം. കേരളം ബംഗ്ലാദേശികൾക്ക് സുരക്ഷിത താവളമായിട്ട് നാളുകളേറെ അതൊരു പുതിയ കാര്യമല്ല. വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും കേരളത്തിൽ ഇവർക്ക് സുരക്ഷിത താവളം ഒരുക്കുകയും ചെയ്തതിൽ മതഭീകരവാദികളുടെ പങ്ക് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. 2020 സെപ്റ്റംബറിൽ NIA പെരുമ്പാവൂരിൽ നടത്തിയ റെയ്ഡിൽ 3 അൽ ഖ്വയ്ദ ഭീകരവാദികൾ പിടിയിലായിരുന്നു. രാജ്യത്താകെ നടന്ന റെയ്ഡിൽ 9 പേർ പിടിയിലായതിൽ 3 പേർ പെരുമ്പാവൂരിൽ നിന്നായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തോളമായി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നടന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ നേരത്തെ പറഞ്ഞ പോലെ വിദേശ ഫണ്ടുകളും ലഭിച്ചിരുന്നു. എന്നാൽ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ രാജ്യത്ത് നിരോധിച്ചു. അവയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയൊക്കെ ചെയ്തതോടെ അവിടുത്തെ സാമ്പത്തിക സ്രോതസ്സുകൾ അടഞ്ഞു. ആ സമയത്ത് മതഭീകരവാദികൾ താൽക്കാലികമായി ഉൾവലിഞ്ഞു. അതിനൊപ്പമാണ് അവരുടെ സംരക്ഷണയിൽ വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരും കൂട്ടത്തോടെ സംസ്ഥാനം വിട്ടത്. ബംഗാളികളായിരുന്നു ബംഗ്ലാദേശികൾ. കാരണം ബംഗ്ലാദേശികൾ തന്നെയാണ് ബംഗാളികൾ എന്ന രീതിയിൽ അവിടെ കഴിഞ്ഞുകൂടിയിരുന്നത്. എറണാകുളം, പെരുമ്പാവൂർ മേഖലയിലടക്കം ഇവർ ധാരാളമായിട്ടുണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലെ റെയ്ഡിനും രഹസ്യാന്വേഷണ നിരീക്ഷണം ശക്തമാക്കിയതിനുമൊപ്പമാണ് പെരുമ്പാവൂർ മേഖലയിൽ നിന്ന് പലരും അപ്രത്യക്ഷരായത്. ആലുവ, കളമശ്ശേരി, മൂവാറ്റുപുഴ മേഖലകളും കർശന നിരീക്ഷണത്തിലായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ മുങ്ങിയവരുടെ വിവരങ്ങൾ വിവിധ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചു. ഇങ്ങനെ ബംഗാളികൾ എന്ന പേരിൽ കേരളത്തിൽ എത്തുന്ന ബംഗ്ലാദേശികൾ ഏകദേശം 1.5 പതിറ്റാണ്ട് മുമ്പാണ് സംസ്ഥാനത്ത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുവരവിലൂടെ തുടങ്ങിയത്. നിർമ്മാണ മേഖലയിൽ ജോലി തേടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തപ്പെട്ട ഇവർ പിന്നീട് നമ്മുടെ സംസ്ഥാനത്തിന്റെ പല മേഖലകളും കൈയടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചു. ഇഷ്ടിക കമ്പനികൾ, അതുപോലെ കശുവണ്ടി ഫാക്ടറികൾ, ഹോട്ടലുകൾ, മരാമത്ത് പണികൾ, തെങ്ങ് കയറ്റം, മരം മുറിക്കൽ, ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ, മത്സ്യബന്ധനം തുടങ്ങിയ എല്ലാ തൊഴിൽ മേഖലകളും അന്യസംസ്ഥാന തൊഴിലാളികളുടെ നിയന്ത്രണത്തിലായി. തൊഴിലുടമയും ഒപ്പമുള്ളവരെയും അരുംകൊല ചെയ്യുകയും കവർച്ച ചെയ്യുകയും ചെയ്തതുൾപ്പെടെ തൊഴിലാളികളുടെ എണ്ണം കൂടിയതനുസരിച്ച് അവരുൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു. പശ്ചിമ ബംഗാൾ, ബീഹാർ, UP, രാജസ്ഥാൻ, അസം എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികളുടെ വരവ് കൂടിയതോടെ
അവിടങ്ങളിൽ നിന്നുള്ള കുറ്റവാളികളും കേരളത്തെ സുരക്ഷിത താവളമാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ പെരുമ്പാവൂർ വളരെയധികം വാർത്തകളിൽ നിറയാണ്. ഇവർ ഭീകരരുടെ ഒളികേന്ദ്രമായി പെരുമ്പാവൂർ മാറിയിട്ട് ഒരുപാട് കാലമായി. നമുക്കറിയാം, ലഷ്കർ ഇ തൊയ്ബ ദക്ഷിണേന്ത്യൻ കമാൻഡർ തടിയന്റെ വിട നസീർ മുതൽ ആന്ധ്ര സർക്കാർ തലയ്ക്ക് 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്ന മാവോയിസ്റ്റ് നേതാവ് മല്ലരാജ റെഡ്ഡിയും ഭാര്യ സുഗുണയും വരെ ഒളിവിൽ താമസിച്ചത് പെരുമ്പാവൂർ. എന്താണ് പെരുമ്പാവൂരിന് ഇത്രയധികം പ്രത്യേകതയുള്ള ഒരു ഒളിത്താവള കേന്ദ്രമാക്കി മാറ്റുന്നത്? പാക് പരിശീലനം നേടിയ ബംഗ്ലാദേശികളെ 2 അൽ-ഖ്വയ്ദ ഭീകരരെ പെരുമ്പാവൂരിലെ ഒളിത്താവളത്തിൽ നിന്ന് എന്നെ പിടികൂടിയിരുന്നു. IS എന്ന തീവ്രവാദ സംഘടനയെ നിരോധിച്ചപ്പോൾ തലവനായിരുന്ന അബ്ദുൾ നാസർ മദനി ഒളിവിൽ കഴിഞ്ഞതും പെരുമ്പാവൂരിലാണ്. തീവ്രവാദികളുടെ മാത്രമല്ല, ബംഗാളിൽ നിന്നെത്തുന്ന കഞ്ചാവിന്റെയും ഇതര ലഹരി വസ്തുക്കളുടെയും പ്രധാന കമ്പോളവും പെരുമ്പാവൂരാണ്. സ്ക്രാപ്പ് രൂപത്തിൽ തുറമുഖം വഴി 1500 കോടിയുടെ സ്വർണം കടത്തിയ കേസിൽ DRI അറസ്റ്റ് ചെയ്ത നിസാർ അലി പെരുമ്പാവൂർ സ്വദേശിയാണ്. ജിഷ കൊലക്കേസിലും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ബന്ധം ഇവിടെ ചർച്ചയായിരുന്നു. NIA അറസ്റ്റ് ചെയ്ത ഭീകരർ പെരുമ്പാവൂരിന് സമീപം മുടിക്കലിൽ കുടുംബത്തോടൊപ്പം ഏറെക്കാലമായി താമസിച്ചു വരികയായിരുന്നു എന്ന വിവരങ്ങളും പുറത്തുവന്നു. അതിലൊരാൾ പെരുമ്പാവൂരിലെ ഒരു തുണിക്കടയിലെ ജോലിക്കാരനായിരുന്നു. ദക്ഷിണേന്ത്യയിലെ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ കൂടി അന്വേഷണം നടന്നു വരുന്നുണ്ടായിരുന്നു. 1500ഓളം പ്ലൈവുഡ് കമ്പനികളാണ് പെരുമ്പാവൂരിലുള്ളത് എന്നതാണ് സത്യം. കരിങ്കൽ ക്വാറികളും അരിക്കമ്പനികളും ഒക്കെ ഇവിടെ ധാരാളമുണ്ട്. ഈ ഇത്രയും സ്ഥലങ്ങളിലെ 1.5 ലക്ഷത്തോളം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. പശ്ചിമ ബംഗാൾ വഴി കേരളത്തിലെത്തുന്ന ബംഗ്ലാദേശികൾ തന്നെയാണ് കൂടുതൽ. ഇവർ ബംഗ്ലാ ഭാഷയാണ് സംസാരിക്കുന്നത്. ഇവരെ പെരുമ്പാവൂരിൽ എത്തിക്കാൻ മത്സരിക്കുന്ന ഏജൻസികളുണ്ട്. അവരാണ് ആധാർ അടക്കം വ്യാജമായി നിർമ്മിച്ചു നൽകി ഇവരെ എത്തിക്കുന്നത്. കൊറോണ കാരണം ഇതര സംസ്ഥാനക്കാർ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. എന്നാൽ ബംഗ്ലാദേശികൾ ഇവിടെ തങ്ങുകയായിരുന്നു. പെരുമ്പാവൂർ നഗരത്തിൽ ബംഗ്ലാദേശിന്റെ കോളനി തന്നെ ദുരൂഹ സാഹചര്യത്തിൽ ഇപ്പോഴും തുടരുകയാണ്. പോലീസ് ഇവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ദിനംപ്രതി ഇവരുടെ എണ്ണം കൂടിയതാണ് അതിനുള്ള ഒരു കാരണം. തൊഴിലാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉടമ പോലീസിന് കൈമാറണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിൽ അത് നടപ്പാക്കാൻ സാധിച്ചില്ല. എന്തൊക്കെയായാലും പെരുമ്പാവൂർ എന്ന കേരളത്തിന്റെ ഈ പ്രദേശം വളരെ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ്. എന്താണ് എല്ലാവർക്കും പെരുമ്പാവൂരിനെ ഇത്തരം ഒളിത്താവളമാക്കി മാറ്റാൻ കാരണമാകുന്ന ഘടകം എന്നുള്ളതാണ് കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സംഗതി. എന്തായാലും ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ റെയ്ഡിൽ തീവ്രവാദികൾ പിടിയിലാകുമ്പോൾ അത് സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് അറിഞ്ഞില്ല എന്നതും ഒരു സപ്പോർട്ട് ഇവർക്ക് വേറെ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടി തന്നെയാണ്. എന്തായാലും പെരുമ്പാവൂരിനെ നമുക്ക് രക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. അവിടെ മലയാളികൾ, നിഷ്കളങ്കരായ നല്ല മലയാളികൾ, നമ്മുടെ നാട്ടുകാർ താമസിക്കുന്ന ഒരിടമാണ്. അവരുടെ സുരക്ഷയ്ക്ക് പ്രശ്നമുണ്ടാകുന്ന ഒരു കാര്യവും നമ്മുടെ നാട്ടിൽ നടക്കാൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരിനെ തിരിച്ച് സമാധാനമുള്ളൊരു പ്രദേശമായി മാറ്റുക, തീവ്രവാദികളിൽ നിന്ന് മുക്തമാക്കുക, ലഹരിയിൽ നിന്ന് മുക്തമാക്കുക, അങ്ങനെയുള്ള കടമ നമ്മൾ ഓരോ പൗരന്മാർക്കും ഉണ്ട് എന്നത് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.